ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഹോഡോട്സ് വിഷൻ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മല്ലപ്പള്ളി എന്ന പ്രദേശത്താണ്. മല്ലന്മാരുടെ നാട്, BA-ക്കാരുടെ നാട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് മല്ലപ്പള്ളി. പഴയ കാലത്ത് ഇവിടെ പൂവനക്കടവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കാണുന്ന പാലം അന്ന് ഇല്ലായിരുന്നു. ഇവിടെ ഉള്ള ജനങ്ങൾ മറുകരയിലെത്തിയിരുന്നത് വള്ളങ്ങളെയും ചങ്ങാടങ്ങളെയും ആശ്രയിച്ചായിരുന്നു. ഇടപ്പള്ളിയുടെ ഭാഗമായിരുന്ന മല്ലപ്പള്ളി അന്ന് നിയന്ത്രിച്ചിരുന്നത് പൂവനപ്പണിക്കർ എന്ന നാട്ടുപ്രമാണി ആയിരുന്നു. നൂറുകണക്കിന് വള്ളങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തുകയും മലഞ്ചരക്കുകളുമായിട്ട് വരുന്ന മലയോര പ്രദേശങ്ങളിലെ വള്ളങ്ങളും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന വള്ളങ്ങളുമെല്ലാം ഈ കടവിലെത്തി കച്ചവടം നടത്തി പോയിരുന്നു എന്നാണ് പഴമക്കാർ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു വിളക്കുമാടം ഉണ്ടായിരുന്നു. ആ വിളക്കുമാടത്തിൻ്റെ വെട്ടത്തിലാണ് രാത്രികാലങ്ങളിലുള്ള ജലഗതാഗതം ഇവിടെ സുഗമമായിട്ട് നടന്നത്. അതിന് കാവൽക്കാരും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് തിരുമാല മഹാദേവ ക്ഷേത്രം. മണിമലയാറിൻ്റെ തീരത്ത് അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. 1954 ശ്രീചിത്ര തിരുനാൾ ആണ് ഈ പാലം നാടിനു വേണ്ടി സമർപ്പിച്ചത്. അതോടുകൂടി പത്തനംതിട്ടയും കോട്ടയം തമ്മിലുള്ള ഗതാഗതം സുഗമമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ട് ഇത് തീർന്നു. അതിനുശേഷം ഇവിടെ കച്ചവടങ്ങൾ ഈ പാലത്തിനോട് അനുബന്ധിച്ചുള്ള പ്രദേശത്ത് കച്ചവട കേന്ദ്രങ്ങൾ വരികയും ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള വളർച്ച മല്ലപ്പള്ളി ടൗൺ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ബസ്സുകളിലെ പാർക്കിംഗ് ആവശ്യത്തിനായിട്ടും യാത്രക്കാരുടെ സൗകര്യത്തിനുമായിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടായി. ഇവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ഇവിടെ എത്തി യാത്രക്കാരെ സുഖമായിട്ട് യാത്ര ചെയ്യുന്നു. അതുപോലെ 1854 CMSന്റെ വകയായിട്ട് ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിതമായത്. അതുപോലെ തന്നെ 1927 സെൻറ് മേരീസ് സ്കൂള് മാർക്കറ്റിനോട് ചേർന്നുള്ള പ്രദേശത്ത് സ്ഥാപിതമായി. ഇതൊക്കെ ഈ നാടിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. ഇന്നിപ്പം നിങ്ങൾ കാണുന്നത് 110 വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണവിലാസം പൊതുമാർക്കറ്റാണ്. അന്നത്തെ ദിവാനായിരുന്ന കോഴിക്കോട് കൃഷ്ണൻ നായർ ആണ് ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. അന്നുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. വിവിധ സ്ഥലങ്ങളിലുള്ള പച്ചക്കറികൾ, അതുപോലെ നാടൻ വിഭവങ്ങൾ, നാടൻ മുട്ടകൾ, നാടൻ കോഴികൾ, പണിയായുധങ്ങൾ എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇന്നും ഈ ശ്രീകൃഷ്ണവിലാസം പൊതുമാർക്കറ്റിൽ വിൽക്കപ്പെടുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ജനങ്ങളുടെ തിരക്കാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഇവിടെ എല്ലാം തന്നെ ജൈവമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റ് ഇതിനോടനുബന്ധിച്ചുണ്ട്. ഇവിടെ ഈ മാർക്കറ്റിൽ വന്നാൽ ഏത് സാധനവും വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് വിലക്കുറവിൽ വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പണ്ട് ഇവിടെ ശ്രീകൃഷ്ണവിലാസം പൊതുമാർക്കറ്റ് എന്നുള്ള പേരിലുള്ള ബോർഡ് ഉണ്ടായിരുന്നു. അത് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച് പോയി. നാടൻ കപ്പുകളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ചെടികൾ, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം, ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ലഭ്യമാണ്. ഈ മാർക്കറ്റിൽ ലഭ്യമാണ്. പല തൈകൾ, മുളക് തൈ, പാവലിൻ്റെ വിത്തുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിത്തുകളും ഇവിടെ ലഭ്യമാണ്. ഇന്ന് ചന്ത ദിവസം അല്ലാത്തത് കൊണ്ടുള്ള ഒരു ജനത്തിരക്ക് ഇല്ലായ്മയാണ് ഇവിടെ കാണുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇറച്ചി വ്യാപാരം നൽകുന്ന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മീൻ കച്ചവടവും ഒക്കെ ഈ മാർക്കറ്റിൻ്റെ അറ്റത്തായിട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നു. ഇന്നും ഇവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൻ തിരക്കാണ്. ഇന്ന് ഈ മാർക്കറ്റ് മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്.
ഇനിയിപ്പം നിങ്ങൾക്ക് കാണാൻ പോകുന്നത് പഴയ പ്രതാപകാലത്തുണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ കച്ചവട കേന്ദ്രങ്ങളാണ്, കടകളാണ്. ആ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ കാണുന്നതെല്ലാം അന്നത്തെ കാലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളാണ്. കാലപ്പഴക്കം കൊണ്ടൊക്കെ പലതും തുറക്കാതെ അടച്ചിട്ടിരിക്കുകയാണ്, കച്ചവടക്കുറവും കൊണ്ടൊക്കെ. ഇതൊക്കെ ഇവിടുന്ന് ചില കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്നുണ്ട്. ഈ വഴിയായിരുന്നു അന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴിയായിരുന്നു. മാർക്കറ്റിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന കടകളാണ്. പിൻകാലത്ത് അത് ഷട്ടറൊക്കെ ഇട്ട് വിപുലീകരിച്ചെങ്കിലും കച്ചവടക്കുറവുകൊണ്ട് അതെല്ലാം പൂട്ടിപ്പോയി. ചില കടകളൊക്കെ പൊളിച്ച് മാറ്റപ്പെട്ടു. ഈ കാണുന്നതാണ് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പലചരക്ക് കട ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഒരു കട പൊളിച്ചു. ഇപ്പോൾ ആ കാണുന്നതാണ് അന്നുണ്ടായിരുന്ന കടകൾ. ഇരുമ്പ് സാധനങ്ങളും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അന്നത്തെ കാലത്ത് ഇവിടെ വിറ്റിരുന്നു. ഈ പ്രദേശത്തായിരുന്നു ഏറ്റവും കൂടുതൽ വാഴക്കലകൾ കൊണ്ടുവന്ന് വിപണനം നടത്തുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു. ഇന്ന് കാണുന്ന പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ ആള് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ വാഴക്കൊല കച്ചവടക്കാർ വന്നിരുന്നത്. ഇതിൽ താഴോട്ട് പോകുന്നതാണ് പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതുപോലെ BM കോളേജ്, റെസ്റ്റ് ഹൗസിലേക്കുള്ള PW റെസ്റ്റ് ഹൗസിലേക്കുള്ള വഴി, പഞ്ചായത്ത് ഓഫീസ് എല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇന്നും ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ ഇതുപോലെ ഇവിടെ എത്തി സാധനങ്ങൾ, പച്ചക്കറിയും മറ്റൊക്കെ വാങ്ങാനായിട്ട് വേണ്ടി ഇവിടെ എത്തുന്നു. ഇതാണ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്ത് ആണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കരിവണ്ടി കായംകുളത്തു നിന്ന് മല്ലപ്പള്ളിക്കുള്ള സർവീസ് മണ്ണ് വഴിയെ സർവീസ് നടത്തിയിരുന്നു. അന്ന് ഈ വണ്ടി കാണാനായിട്ട് വേണ്ടി ആൾക്കാരെ തടിച്ചുകൂടിയിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ഭവനങ്ങളിലൊക്കെ ആൾക്കാർ ഇറങ്ങി നിന്നു. കറുത്ത കുടലോടുകൂടി പുകയോടുകൂടി വരുന്ന ഈ വണ്ടി കാണാനായിട്ട് കൗതുകമായിരുന്നു. അന്ന് ആൾക്കാർ അതിനെ കരിക്കാസ് എന്നുള്ള ഓമന പേരൊക്കെ നൽകിയാണ് ഇട്ടിരുന്നത്. ആദ്യത്തെ സർവീസ് രാമകൃഷ്ണ മോട്ടോഴ്സാണ് നടത്തിയത്. അതിനുശേഷം പല കരിവണ്ടിക്ക് ശേഷം പെട്രോൾ വണ്ടികൾ വന്നു. അന്ന് പെട്രോൾ വണ്ടി വന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു റൂട്ടായിരുന്നു മല്ലപ്പള്ളി മണിവല പുളിക്കീട് ബസ് സർവീസ്. സെന്റ് ജോർജ് ബസ്സാണ് അത് ഓടിയിരുന്നത്. പിന്നെ HY, CTC, JJMS ഇങ്ങനെയൊക്കെയുള്ള ബസ്സുകൾ ഇതുവഴി ഓടിയിരുന്നു. പെട്രോൾ വണ്ടികളായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു പഴയ കാലത്തെ ഒരു പ്രതാപം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇവിടാണ് നമ്മളെ പഴയ കാലത്ത്, അതായത് 1950 തോന്നുന്നു, നമ്മുടെ ഒളിമ്പിക്സിനെ പ്രതികരിച്ച് മല്ലപ്പള്ളിയിൽ നിന്ന് പ്രയാറ്റുകുന്നൽ വർക്കി എന്ന മഹത് വ്യക്തി ഒളിമ്പിക്സിനെ പ്രതികരിച്ച് മല്ലപ്പള്ളിയിൽ നിന്ന് പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെ ഒളിമ്പ്യൻ വർക്കി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം നാട്ടിൽ വന്ന് ഒത്തിരി പേർക്ക് ചെറുപ്പക്കാരെ കുട്ടികളെ വോളിബോൾ പഠിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള വളരെയധികം പ്രയത്നിച്ചു എന്ന് പറയാം. ഈ കാണുന്നതാണ് അന്നത്തെ കാലത്തെ പോലീസ് ഔട്ട് പോസ്റ്റ്. ഇന്നത് ജീർണിച്ച് കെട്ടിടങ്ങളൊക്കെ നിലം പൊത്താറായിട്ടുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് മാറ്റി കീഴ്വായ്പൂരാണ് ഇപ്പം പോലീസ് സ്റ്റേഷനുള്ളത്. ഇതിനോടനുബന്ധിച്ച് CI ഓഫീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അന്നത്തെ പ്രതാപകാലത്തുണ്ടായിരുന്ന പോലീസ് ഔട്ട് പോസ്റ്റാണ്. എന്നുള്ള കച്ചവടക്കാരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് വേണ്ടി, തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന പോലീസുകാർ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പരിസരമാണ് ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്ത് ഈ കെട്ടിടങ്ങളൊക്കെ ഒന്ന് പുനർനിർമ്മിച്ച് പഴയകാല സ്മരണകളും മറ്റു വരുന്ന തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അങ്ങനെയുള്ള ആക്ഷൻസൊക്കെ എടുത്താൽ തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടായിട്ട് പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കെട്ടിടമായിട്ട് നിലകൊള്ളാനായിട്ട് സാധിക്കും.
അധികൃതർ അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്ന പ്രദേശത്താണ് 1940 വട്ടശ്ശേരി കുഞ്ഞറാവച്ചൻ എന്ന മഹത് വ്യക്തി ആദ്യമായിട്ട് മല്ലപ്പള്ളിയിൽ സിനിമാ പ്രദർശനം ഒരുക്കിയത്. അതാണ് മോഹന തിയേറ്റർ എന്ന സിനിമാ തിയേറ്റർ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാലത്തിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ ടെക്നോളജി ഒക്കെ വിപുലമായതോടുകൂടി ഈ തിയേറ്റർ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അത് പൊളിച്ചിപ്പം ഷോപ്പിംഗ് മാള് ആയി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ശരി, കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിലും അതുപോലെ കായിക രംഗത്തും മല്ലപ്പള്ളിയെ പ്രതിനിധീകരിച്ച് ഒത്തിരി വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആദ്യത്തെ സ്കൂള് മല്ലപ്പള്ളിയിലെ ആദ്യത്തെ സ്കൂള് സീമസ് സഫേരയായിരുന്നു. 1940 സമീപ പ്രദേശ തിയേറ്ററുകൾ ഒന്നുമില്ലായിരുന്ന സമയത്ത് മല്ലപ്പള്ളിയിൽ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇതാ പഴയ സിനിമാ തിയേറ്ററിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ജനലിൻ്റെ ഭാഗമാണ്. അവിടെ കെട്ടിടം പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഴയ തലമുറയിൽ നടന്ന കാര്യങ്ങളൊക്കെ പുതിയ തലമുറയെ അറിയിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ശ്രമമാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ ഒന്നുകൂടെ ആ പഴയ പോലീസ് ഔട്ട് പോസ്റ്റ് കാണിക്കുകയാണ്. അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇപ്പം ജീർണിച്ച അവസ്ഥയിലാണ്. ഇപ്പം പഞ്ചായത്ത് ഉൾപ്പെടുന്ന കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നീങ്ങുന്നത്. ഇവിടാണ് മാവേലി സ്റ്റോർ, സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത്. തിരുവല്ല േക്കുള്ള റോഡാണ്. താഴോട്ട് ഇറങ്ങുന്നത് തുരുത്തിക്കാട് BAM കോളേജിലേക്കുള്ള വഴിയാണ്. പഴയ കാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ BA-ക്കാരുടെ നാട് എന്ന മല്ലപ്പള്ളിക്ക് പേര് ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാ മതസ്ഥരുടെയും ദേവാലയങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ആ പഴയ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ കാറുകൾ കിടക്കുന്ന സ്ഥലത്തായിരുന്നു പഴയ ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്തിരുന്നത്. കായംകുളത്തു നിന്ന് ആദ്യത്തെ ബസ് സർവീസ് ഇവിടേക്ക് വന്നു. അന്ന് കായംകുളത്തു നിന്നൊക്കെ ഇതുപോലുള്ള സർവീസ് വണ്ടികളിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. പഴയ കാലത്ത് കാളവണ്ടികളെ ആശ്രയിച്ചായിരുന്നു ഈ ചരക്ക് നീക്കം നടന്നിരുന്നത്. ചങ്ങന റാന്നിയിൽ നിന്നും കോഴഞ്ചേരിയിൽ നിന്നും എഴുമറ്റൂര് റാന്നി ഭാഗങ്ങളിൽ നിന്നും ചുങ്കപ്പാറ ആ സ്ഥലത്തു നിന്നൊക്കെ ആയിരക്കണക്കിന് കാളവണ്ടികളാണ് ഈ നിരത്തുകളിൽ കൂടി ഓടിയിരുന്നത്. പ്രധാനമായിട്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിലേക്ക് പോകുന്ന കാളവണ്ടികളുടെ ഒരു നിര തന്നെ മല്ലപ്പള്ളിക്കാർക്ക് ആ സമയത്ത് കാണാൻ പറ്റും. ഇതെല്ലാം സാധ്യമായത് ആ പാലം വന്നതോടുകൂടിയാണ്. ഇതാണ് മല്ലപ്പള്ളിയിലെ ആദ്യത്തെ പെട്രോൾ പമ്പ്. ഇത് കോട്ടയം മല്ലപ്പള്ളി റോഡിൻ്റെ സമീപവശത്താണ് പ്രവർത്തിക്കുന്നത്. 1962 പ്രവർത്തനം. താങ്ക് യു ഫോർ വാച്ചിങ്.